നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ മാസം 29 ശുക്രൻ രാശി മാറുകയാണ്. ശുക്രന്റെ ഈ രാശിമാറ്റം ചില കൂറുകളിലെ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ കൊണ്ടുതരുന്നതാണ്. ആ നക്ഷത്രക്കാർ ആരാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മൾ ധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വ്യാഴമാണല്ലോ. എന്നാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് നല്ല നിലയിൽ ജീവിക്കുവാൻ ശുക്രന്റെ അനുഗ്രഹം മാത്രം മതി. നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട അത്യാവശ്യം പണവും ജീവിത സൗകര്യങ്ങളും തരുന്നത് ചന്ദ്രനാണ്. സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുവാനും വലിയ വീട്, വാഹനങ്ങൾ, ആഭരണങ്ങൾ, ആഡംബര വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ, പെർഫ്യൂംസ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് തരുന്നത് നമ്മുടെ ജാതകത്തിലെ നല്ല നിലയിൽ നിൽക്കുന്ന ശുക്രനാണ്. ഇതുകൂടാതെ പ്രപഞ്ചത്തിലെ സൗന്ദര്യമുള്ള വസ്തുക്കളെയും ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെയും സൗഹൃദങ്ങളെയും പ്രണയം, സെക്സ് തുടങ്ങി ലൗകിക ജീവിതത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളുടെയും കാരണഭൂതൻ ശുക്രനാണ്. കല, സാഹിത്യം, സംഗീതം മുതലായവയുടെ കാരകനും ശുക്രൻ തന്നെ. നമ്മൾ ധനകാരകൻ വ്യാഴമാണെന്നാണല്ലോ പറയുന്നത്. അതും ശരിയാണ്. എന്നാൽ വ്യാഴം സൂചിപ്പിക്കുന്നത് വലിയ ധനമാണ്. ധനപരമായ കാര്യങ്ങളുടെ അവസാന വാക്കാണ് വ്യാഴം. ശുക്രന് ബലമുള്ള ഒരു വ്യക്തിക്ക് കോടീശ്വരനാകാൻ കഴിയും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ വ്യാഴം നല്ല നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശതകോടീശ്വരനാകാനും കഴിയും. ഇന്ന് നമ്മൾ പറയുന്നത് ഈ ജൂൺ മാസം 29 ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണല്ലോ. മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവം രാശിയിലേക്കാണ് ശുക്രൻ ജൂൺ മാസം 29 ഉച്ചയ്ക്ക് 2:17 എത്തുന്നത്. ജൂലൈ 26 വരെ ശുക്രൻ ഇടവം രാശിയിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ശുക്രന്റെ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടിയുള്ള സഞ്ചാരം ഓരോ കൂറുകളിലും ജനിച്ച 27 നക്ഷത്രക്കാർക്കും ഏതു രീതിയിലുള്ള ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യമെടുക്കാം. മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവ. ഇവരുടെ ജന്മക്കൂറിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുക്രനാണ് ഇപ്പോൾ ഇവരുടെ ധനസ്ഥാനമായ ഇടവം രാശിയിലേക്ക് വരുന്നത്. ശുക്രൻ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണല്ലോ. മേടക്കൂറുകാർക്ക് ശുക്രൻ 2ാം ഭാവത്തിൻ്റെയും 7ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 2ാം ഭാവം നമ്മുടെ ധനത്തിൻ്റെ ഭാവം മാത്രമല്ല, നമ്മുടെ കുടുംബം, വാക്ക്, വിദ്യാഭ്യാസം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് 2ാം ഭാവമാണ്. അതിൻ്റെ അധിപൻ തന്നെ അവിടേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ ലഭിക്കും എന്ന് നമുക്ക് കണക്കാക്കാം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ധാരാളം ധനധാന്യ സമൃദ്ധി ലഭിക്കും. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് സുഖകരമായതും സന്തോഷകരമായിട്ടുള്ളതുമായ പല അനുഭവങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും ആദരവും ബഹുമതികളും ലഭിക്കും. കുടുംബസുഖവും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയം ആഭരണ ലാഭം, അലങ്കാര വസ്തുക്കളുടെ ലാഭം എന്നിവയും ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പണത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല. നിങ്ങൾ മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ ഒത്തുകെട്ടുന്നതാണ്. വിവാഹിതരായ ദമ്പതിമാർ തമ്മിലും ഇപ്പോൾ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞു പോകാൻ സാധിക്കുന്നതുമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം ഇപ്പോൾ ലഭിക്കുന്നതുമാണ്. മേടക്കൂറുകാർക്ക് 3-ലെ വ്യാഴനും 12-ലെ ശനിയും ചേർന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഏറെ ആശ്വാസകരമായിരിക്കും ശുക്രന്റെ സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ഈ രാശിമാറ്റം. ഇടവക്കൂറുകാർക്ക് ശുക്രൻ രാശ്യാധിപനും 6ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ വരുന്നത് ജന്മക്കൂറിലുമാണ്. ഇത് വളരെ അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തികമായ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വാഹന ലാഭവും വസ്ത്രലാഭവും ആഭരണ ലാഭവും ഉണ്ടാകുന്നു. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ആദരവും ഒക്കെ ലഭിക്കുന്നു. ഇടവക്കൂറുകാരുടെ 2-ൽ വ്യാഴവും 11-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണല്ലോ. അതോടൊപ്പമാണ് ഇപ്പോൾ രാശ്യാധിപനായ ഗ്രഹം ജന്മക്കൂറിൽ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ തന്നെയായിരിക്കും തരുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ തരുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കാര്യം നോക്കാം. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരത്തിന്റെ അവസാനത്തെ 2 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവരുടെ 5ഉം 12ഉം ഭാവത്തിന്റെ അധിപനാണ് ശുക്രൻ. ഇപ്പോൾ വരുന്നത് 12ാം ഭാവത്തിലും. 12ൽ വരുമ്പോൾ ഫലം തരുന്ന ഏക ഗ്രഹം ശുക്രനാണ്. ധാരാളം ധനവും സമ്പൽ സമൃദ്ധിയും ഇഷ്ടകാര്യസ്ഥിതിയും ഈ 12ലെ ശുക്രൻ മിഥുനക്കൂറുകാർക്ക് നൽകുന്നതാണ്. ശുക്രന് 5ാം ഭാവത്തിന്റെ ആധിപത്യം ഉള്ളതുകൊണ്ട് കുറച്ച് ധനവ്യയം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും 12ാം ഭാവാധിപൻ കൂടിയാകയാൽ
ചിലവുകൾക്ക് ഒരു നിയന്ത്രണം വരികയും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളുമായിരിക്കും. എങ്കിലും ബിസിനസ്സുകളിൽ വലിയ തുകകൾ മുടക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ജന്മക്കൂറിൽ വ്യാഴനും 10ാം ഭാവത്തിൽ ശനിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയവുമാണല്ലോ ഇപ്പോൾ. ചാരവശാൽ ശനി 10ലും വ്യാഴം ജന്മക്കൂറിലും സഞ്ചരിക്കുന്നത് നന്നല്ല. ഇപ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴനിൽ നിന്നും ശനിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ച് നല്ല ആശ്വാസം 12ലെ ശുക്രൻ നൽകുന്നതാണ്. സന്താനങ്ങൾ നിമിത്തം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി നോക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങളാണ്. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ്. ഇവരുടെ 4ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. ഇപ്പോൾ വരുന്നത് ഇവരുടെ 11ാം ഭാവത്തിലും. 11ാം ഭാവം ഏത് ഗ്രഹത്തിനും നിൽക്കുവാൻ പറ്റിയ ഒരു ഭാവമാണ്. 11 എന്ന് പറയുന്നത് നമ്മുടെ ലാഭസ്ഥാനമാണ്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാവവുമാണ്. 4ാം ഭാവം നമ്മുടെ അമ്മ, വീട്, വാഹനം, ബന്ധുക്കൾ, അമ്മാവന്മാർ എന്നിവയൊക്കെയാണ്. കൂടാതെ 4ാം ഭാവം നമ്മുടെ സുഖത്തിൻ്റെ സ്ഥാനവുമാണ്. ഇങ്ങനെയുള്ള 4ാം ഭാവാധിപൻ നമ്മുടെ ലാഭസ്ഥാനത്ത് വരുമ്പോൾ, അതും തൻ്റെ സ്വക്ഷേത്രത്തിൽ തന്നെ വരുമ്പോൾ, അത് നമുക്ക് വളരെയേറെ ഗുണഫലം തന്നെയായിരിക്കും തരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ 12ൽ വ്യാഴനും 9ൽ ശനിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യാഴം 12ലും ശനി 9ലും സഞ്ചരിക്കുന്നത് നല്ല ഫലമല്ല തരുന്നത്. ഈ 2 പ്രമുഖ ഗ്രഹങ്ങളിൽ നിന്നും ഇപ്പോൾ പറയത്തക്ക ഗുണമൊന്നും ഇല്ലാതിരിക്കെ ഇവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇപ്പോൾ 11ലേക്ക് വരുന്ന ശുക്രൻ. നിങ്ങൾ ഈ അടുത്ത നാളായി ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. പല കാരണങ്ങളാൽ ആ ആഗ്രഹം സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ശുക്രൻ നിങ്ങളുടെ 11ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദിശയും അപകാരവും അനുകൂലമാണെങ്കിൽ ഈ ശുക്രൻ നിങ്ങൾക്ക് ധാരാളം ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുതരുന്നതാണ്. നിങ്ങൾ കലാപരമായിട്ട് കഴിവുകളുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ മൂത്ത സഹോദരങ്ങളിൽ നിന്നും സ്നേഹവും സഹായങ്ങളുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബസ്വത്ത് എന്തെങ്കിലും ലഭിക്കുവാനുള്ളവർക്ക് ദശയും അപകാരവും അനുകൂലമാണെങ്കിൽ അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിൽ കൂടിയോ സ്റ്റോക്ക് മാർക്കറ്റിൽ വഴിയോ ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുവാനും ഇടയുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഇത് അനുകൂലമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങളാണ്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം എന്നിവയാണ്. ഇവരുടെ 10ാം ഭാവത്തിലേക്കാണ് ശുക്രൻ ഇപ്പോൾ വരുന്നത്. ചാരവശാൽ ശുക്രൻ 10ൽ വരുന്നത് നല്ല ഫലമല്ല തരുന്നത്. 10 നമ്മുടെ കർമ്മസ്ഥാനമാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ശുക്രൻ 10ൽ വരുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകേണ്ടതാണ്. കാര്യതടസ്സങ്ങളും ധനനാശവും കലഹവും ഒക്കെ പറയാം. എന്നാൽ ഇപ്പോൾ ചിങ്ങക്കൂറുകാരുടെ 10ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് 10ാം ഭാവാധിപൻ തന്നെയാണ്. കർമാധിപൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് കർമ്മപുഷ്ടിയെയാണ് തരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ 3ാം ഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. 3ാം ഭാവം നമ്മുടെ എഫർട്ടുകളുടെ ഭാവമാണ്. അപ്പോൾ 3ാം ഭാവാധിപൻ നമ്മുടെ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ അത് നമ്മുടെ കർമ്മമേഖലയിൽ കൂടുതൽ ആക്റ്റീവായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അല്ലെങ്കിൽ പഴയ തൊഴിലിനെ തന്നെ ഒന്ന് അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കുവാനും ഇപ്പോൾ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദിശയും അപകാരവും നല്ലതാണെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനും അനുകൂലമാണല്ലോ. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കുറച്ച് തടസ്സങ്ങൾ തരുമെങ്കിലും 2 ശുഭഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുമ്പോൾ ശനിയിൽ നിന്നും വലിയ ദോഷങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. മാത്രമല്ല ജൂലൈ 13ാം തീയതി ശനി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ശനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. എങ്കിലും വലിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും മുമ്പ് തൊട്ടടുത്തുള്ള ഒരു അസ്ട്രോളജറെ നേരിൽ കണ്ട് ഗ്രഹനില പരിശോധിപ്പിക്കുകയും ഇപ്പോൾ ഒരു സംരംഭത്തിന് ഇറങ്ങിയാൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നറിയുന്നതും ഉചിതമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, അമ്മ, ബന്ധുക്കൾ ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുവാൻ സാധിക്കുന്നതാണ്. അവരിൽ നിന്നും ആളാലോ അർത്ഥത്താലോ ഉള്ള സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ കാര്യം നോക്കാം. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ്. ഇവരുടെ ധനാധിപനും ഭാഗ്യാധിപനുമാണ് ശുക്രൻ. ഇപ്പോൾ വരുന്നത് ഇവരുടെ ഭാഗ്യസ്ഥാനത്തുമാണ്. ഒരു ഗ്രഹം അത് പാപനാണെങ്കിൽ കൂടി 9ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ
അത് നല്ല ഫലങ്ങൾ മാത്രമേ നൽകൂ. നമുക്ക് നല്ലത് വരുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഗ്രഹമാണത്. അത് ഒരു ശുഭഗ്രഹം കൂടിയാകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈശ്വരാധീനത്തെ കാണിച്ചു തരുന്നതും 9-ാം ഭാവമാണ്. 2-ാം ഭാവം നമ്മുടെ ധനം, വാക്ക്, വിദ്യ, കുടുംബം ഇത്യാദി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ 2-ാം ഭാവാധിപൻ 9-ൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായി നല്ല സമയമായിരിക്കും ഇത്. മാത്രമല്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ നല്ല ഒരു കുടുംബാന്തരീക്ഷവും ലഭിക്കുന്നു. കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ കഴിഞ്ഞു പോകുവാൻ ഇപ്പോൾ നിങ്ങൾക്കാകുന്നു. നമ്മുടെ അമ്മ വഴി ബന്ധുക്കൾ ഇവർക്കൊക്കെ ഇപ്പോൾ നല്ല അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അവരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മുഷിച്ചിലുകൾ ഉള്ളവർക്ക് അതെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനുള്ള അവസരവും കൂടിയായിരിക്കും ഇത്. പഠനകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദ്യാഭ്യാസം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂലമായ സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 7-ാം ഭാവത്തിൽ ശനി വരുന്നത് ദാമ്പത്യകാര്യങ്ങൾക്ക് അത്ര നന്നല്ല. മാത്രമല്ല ഈ ശനിയുടെ ദൃഷ്ടി കളത്രകാരകനായ ശുക്രനിലും പതിയുന്നു. അതിനാൽ ഇപ്പോൾ ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എങ്കിലും ജൂലൈ മാസം 13-ാം തീയതി ശനി വക്രമാകുന്നതോടെ ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനിരിക്കുന്ന കുട്ടികളും നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെയൊരു യോഗം പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് മാത്രമേ അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കാൻ പാടുള്ളൂ. കാരണം ശുക്രന് ശനിയുടെ ദൃഷ്ടി അത്ര നന്നല്ല. പൊതുവെ നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് 9-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലങ്ങൾ തന്നെ തരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവരുടെ രാശ്യാധിപനും അഷ്ടമാധിപനും ശുക്രനാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലൂടെയാണ്. അഷ്ടമത്തിൽ വരുമ്പോൾ നല്ല ഫലങ്ങൾ തരുന്ന 2 ഗ്രഹങ്ങളേ ഉള്ളൂ. അത് ബുധനും ശുക്രനുമാണ്. ഇവിടെ ശുക്രൻ അഷ്ടമാധിപനും കൂടിയാണല്ലോ. അഷ്ടമാധിപൻ അഷ്ടമത്തിൽ വരുമ്പോൾ അത് ദീർഘായുസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ശുക്രൻ നിങ്ങൾക്ക് തരുന്നതാണ്. അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് ഈ സമയം അസുഖങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ശമനം ഉണ്ടാകുന്നതാണ്. തൊഴിൽ പുരോഗതി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ അനുഭവങ്ങൾ എല്ലാം ഇപ്പോൾ ശുക്രനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സുഗന്ധവസ്തുക്കൾ ഇവയുടെ ലഭ്യതയും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. അപ്രതീക്ഷിതമായ ധനഭാഗ്യവും ഉണ്ടാകാം. മാത്രമല്ല തുലാക്കൂറുകാർക്ക് ഇപ്പോൾ 9-ൽ വ്യാഴവും 6-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. ഇതെല്ലാം വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. എന്തുകൊണ്ടും ശുക്രൻ്റെ ഈ രാശിമാറ്റം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ ഗുണപ്രദം തന്നെയായിരിക്കുമെന്ന് പറയാം. അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ കാര്യമെടുക്കാം. വൃശ്ചികക്കൂറുകാരുടെ 7-ഉം 12-ഉം ഭാവാധിപനാണ് ശുക്രൻ. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ അത്ര അനുകൂലനായ ഒരു ഗ്രഹമല്ല. ശുക്രൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ബാധ്യതകൾ വന്നു ചേരാനിടയുണ്ട്. ഈ കാലഘട്ടത്തിൽ കലഹിക്കുവാനുള്ള ഒരു പ്രവണതയും നമ്മിൽ ഉണ്ടാകുന്നു. മറ്റുള്ളവരുമായി ഒരു അകൽച്ചയും ഉണ്ടാകാം. എങ്കിലും വൃശ്ചികക്കൂറുകാർക്ക് ശുക്രൻ 7-ാം ഭാവാധിപനാണ്. 7-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിൽ വരുമ്പോൾ അത് ഗുണഫലങ്ങൾ മാത്രമേ തരികയുള്ളൂ. ദാമ്പത്യപരമായി ഇത് നല്ല സമയം തന്നെ. ദമ്പതിമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നയപരമായി ഇപ്പോൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി, സാമ്പത്തികമായ നേട്ടം ഇതെല്ലാം ഇപ്പോൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അമിതമായ ചിലവുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആരോഗ്യകാര്യങ്ങൾ തൃപ്തികരമായിരിക്കുകയും ചെയ്യും. യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് നല്ല സമയം തന്നെയാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം ഒത്തുകിട്ടുവാനും ഇപ്പോൾ സാധ്യതയുണ്ട്. 5-ൽ സഞ്ചരിക്കുന്ന ശനിയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴനും ഇപ്പോൾ ഇവർക്ക് അനുകൂലമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ശുക്രൻ അനുകൂലമായി വന്നിരിക്കുന്നതിനാൽ ദോഷങ്ങൾക്ക് നല്ല ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. മാത്രമല്ല ജൂലൈ 13-ാം തീയതിയിലെ ശനിയുടെ വക്രവും ഈ കൂറുകാർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഫലങ്ങൾ തരുന്നതുമാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കാര്യം നോക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവ. ശുക്രൻ ഇവരുടെ 6-ഉം 11-ഉം ഭാവപതിയാണ്. അശുഭസ്ഥാനങ്ങളായ 8-ലും 12-ലും ശുക്രൻ നിൽക്കുന്നത് ദോഷകരമല്ല. എന്നാൽ 6-ൽ നിൽക്കുമ്പോൾ ശുക്രൻ ഗുണഫലദാതാവല്ല. ഇപ്പോൾ ബന്ധുജനങ്ങളുമായിട്ട് കുറച്ച് മുഷിച്ചിലുകൾ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ അവരോട് ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധ വേണം. എന്നാൽ അന്യ ആൾക്കാരിൽ നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. എങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല.
സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ കാലത്ത് ഉണ്ടാകാനിടയുണ്ട്. കടങ്ങൾ അല്പം കൂടാനും സാധ്യതയുണ്ട്. എന്നാൽ വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമായിരിക്കും. ധനുക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം 7-ൽ സഞ്ചരിക്കുകയാണല്ലോ. അതിനാൽ തന്നെ ശുക്രനിൽ നിന്നുമുള്ള ദോഷങ്ങൾ വലുതായിട്ട് ബാധിക്കാൻ ഇടയില്ല. 7-ൽ സഞ്ചരിക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി ജന്മക്കൂറിൽ പതിയുക കൂടി ചെയ്യുകയാൽ ധനനേട്ടവും സ്ഥാനപ്രാപ്തിയുമെല്ലാം വ്യാഴനിൽ നിന്നും ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം. മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും. മകരക്കൂറുകാരുടെ 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. രാശ്യാധിപത്യം കൊണ്ട് ശുക്രൻ ഇവർക്ക് യോഗകാരകൻ കൂടിയാണ്. ശുക്രൻ ഇടവം രാശിയിൽ ഇപ്പോൾ വരുമ്പോൾ മകരക്കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല ഒരു അഭിവൃദ്ധിയെ ഈ ശുക്രൻ കൊടുക്കുന്നതാണ്. മാത്രമല്ല നല്ല മനസുഖവും സന്തോഷവും ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നു. സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നു. നമ്മുടെ ബുദ്ധി ഇപ്പോൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്കാകുന്നു. കാര്യവിചാരശക്തിയും നമുക്കുണ്ടാകുന്നു. ഏതൊരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യുവാനും അവയെ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനും നമുക്ക് കഴിയുന്നു. ഇപ്പോൾ ധനധാന്യ സമൃദ്ധിയും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കുവാനും സാധ്യതയുണ്ട്. തൊഴിൽ പുരോഗതിയും തൊഴിലിൽ നിന്നും നല്ല ആദായവും ലഭിക്കുന്നതുമാണ്. മകരക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ചും ചിലർക്ക് വയറിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകും. ശുക്രൻ ബലവാനായി 5-ൽ വരുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാവുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രൻ ഇപ്പോൾ വരുന്നത് 4-ാം ഭാവത്തിലാണ്. ഇവരുടെ 4-ാം ഭാവത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെയും അധിപൻ ശുക്രനാണ്. അതിനാൽ ഇവർക്കും ശുക്രൻ യോഗകാരക ഗ്രഹമാണ്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ 2-ാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണല്ലോ. 4-ാം ഭാവം നമ്മുടെ അമ്മയെയും വീടിനെയും വാഹനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ശുക്രൻ 4-ൽ വരുമ്പോൾ നമ്മുടെ അമ്മയുടെ കാര്യമെടുത്താൽ അമ്മയ്ക്ക് ഇപ്പോൾ വളരെ നല്ല സമയമായിരിക്കും. അമ്മയുടെ ആരോഗ്യവും ഇപ്പോൾ വളരെ മെച്ചമായിരിക്കും. അമ്മയുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുവാനും ഇപ്പോൾ നമുക്കാകും. അതുപോലെ അമ്മയുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിലവിലുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുവാൻ പറ്റുന്ന കാലവുമായിരിക്കും ഇത്. പുതിയ ഒരു വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. അതുപോലെ പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് അനുയോജ്യമായ സമയം തന്നെയാണ്. മനസ്സിനും ശരീരത്തിനും സുഖവും സ്വച്ഛതയും ഇപ്പോൾ ലഭിക്കുന്നതാണ്. മനസ്സിൽ ഈശ്വരഭക്തി ഉണ്ടാവുകയും കുടുംബദേവതയുടെയും ഇഷ്ടദൈവങ്ങളുടെയും അനുഗ്രഹം ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നതുമാണ്. അവസാനമായി നമ്മൾ നോക്കുന്നത് മീനക്കൂറുകാരുടെ ഫലങ്ങളാണ്. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. ഇവരുടെ 3ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ വരുന്നത് 3-ാം ഭാവത്തിലും. ഇവർക്കിപ്പോൾ സാമ്പത്തികപരമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് വിജയവും സഹോദര ഗുണവും കുടുംബസൗഖ്യവും ഒക്കെ ഉണ്ടാകും. പതിവിലും കവിഞ്ഞ ഉത്സാഹവും കർമ്മകുശലതയും ഉണ്ടാകും. മറ്റുള്ളവർക്കിടയിൽ ആദരവും അംഗീകാരവും ലഭിക്കുന്ന സമയവും കൂടിയാണിത്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. ഗവേഷണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. ഇവർക്കിപ്പോൾ ജന്മക്കൂറിൽ ശനിയും 4-ൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണല്ലോ. ഇത് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്നവർക്ക് ശുക്രന്റെ ഈ സ്ഥിതി വളരെ ഗുണപ്രദമായി തീരുന്നു. 2025 ജൂലൈ മാസം 26 വരെ ശുക്രൻ ഇവരുടെ 3-ാം ഭാവത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ 4-ാം ഭാവമായ മിഥുനത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.